everyone, welcome back to another interesting session which is grammar session by English Ladder. Grammar എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ടെൻഷനും ഒക്കെ ആണല്ലേ. ഇന്നലെ അത് തന്നെ ഉണ്ടായത് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിച്ചപ്പോഴും എന്തിനാണ് ഈ ഹാസ് ബീൻ എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ യൂസ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം. ഗ്രാമറിനെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിടാൻ പറ്റുമോ? സോ വി ഹാവ് ടു ലേൺ വെൽ, റൈറ്റ്? സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. So, as I said, it's all about has been and have been. എന്താണ് ഈ സാധനങ്ങൾ has been and have been? Why do we use that? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഒരൊറ്റ ആൻസറേ ഉള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ്? ഗ്രാമറെ അറിയാത്ത എന്നെയാണോ ഇത് പഠിപ്പിക്കണമെന്നല്ലേ? സോ ഡോണ്ട് വറി, ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരാം വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ ടീച്ചർ ഫോർ 4 years. ഇത് തന്നെ ഞാൻ വേറൊരു രീതിക്ക് പറയുകയാണ്, ഐ എം ടീച്ചിങ് അല്ലെങ്കിൽ ഐ എം എ ടീച്ചർ. സോ അതിനൊരു ഡിഫറൻസ് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വൈ വി നീഡ് ഹാവ് ബീൻ ഓർ ഹാസ് ബീൻ. ഇപ്പോൾ ഞാൻ പറയാം ഐ ആം എ ടീച്ചർ ഓർ ഐ ആം ടീച്ചിങ്, വിച്ച് മീൻസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ പ്രസൻറ്റ് സിറ്റുവേഷൻ. നൗ അറ്റ് ദിസ് മൊമെൻറ്റ് ഐ എം ടീച്ചിങ് യു. പക്ഷേ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഫോർ 4 years എന്ന് പറയുമ്പോൾ എന്താണ്? ഐ ഹാവ് സ്റ്റാർട്ടഡ് ടീച്ചിങ് 4 years ago ആൻഡ് ഈവൻ നൗ ഐ കണ്ടിന്യൂ ടു ഡു ദാറ്റ്. ഓക്കെ, സോ അതായത് ഒരു ആക്ഷൻ നമ്മൾ മുമ്പ് തുടങ്ങി അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാനാണ് ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ മേക്ക് ഇറ്റ് ക്ലിയർ ത്രൂ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലൊരു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെട്ടെന്നൊരു കോൾ വരാണ്. മേ ബി ആ കുട്ടി നെയ്ബറിൻ്റെ കുട്ടിയോ വല്ലവരായിരിക്കാം ഇവിടെ വന്ന് കളിക്കുകയാണ്. സോ ഇമീഡിയറ്റ്ലി അവർ കോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹീസ് പ്ലേയിങ് നൗ എന്ന് പറയും അല്ലേ. ഹീസ് പ്ലേയിങ് നൗ, അതായത് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫോൺ വെച്ച ശേഷം തിരിച്ചു പോയി ആ കുട്ടിയോട് പറയാണ്, ഓക്കെ, യു ഹാവ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ നൗ, യു നീഡ് ടു ഗോ ബാക്ക് ഹോം. അപ്പോൾ നെയ്ബറുടെ കുട്ടിയോട് നമ്മൾ പറയില്ലേ, കുറച്ച് 1 മണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇനി വീട്ടിലേക്ക് പൊക്കോളൂ കേട്ടോ എന്ന് പറയണം. ഓക്കെ, സോ യു ഹാവ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ നൗ, യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ ഹൗസ്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നൗ ഹി ഈസ് പ്ലേയിങ്. പക്ഷെ ആ കുട്ടിയോട് പോയി നമ്മൾ എന്താ പറഞ്ഞത്? 1 മണിക്കൂറായി കളിക്കാൻ തുടങ്ങിയിട്ട് ഇനി വീട്ടിലേക്ക് പോകണം കേട്ടോ എന്ന് പറയുന്നു. സോ യു ഹാവ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ നൗ. നമ്മളവിടെ യു ആർ പ്ലേയിങ് ഫോർ എൻ അവർ എന്ന് പറയില്ല. ബിക്കോസ് ആർ ആം ഇസ് ഈ 3 സാധനങ്ങളുണ്ടല്ലോ, അപ്പം എന്ത് നടക്കണോ എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു കെ നോട്ട് സേ ഹീ ഇസ് പ്ലേയിങ് ഫോർ എൻ അവർ. ഹീ ഹാസ് ബീൻ പ്ലേയിങ് ഫോർ എൻ അവർ നൗ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് എ മെയിൻ ഡിഫറൻസ്. ഹോപ്പ് ദാറ്റ്സ് വെരി ക്ലിയർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഈ ഹാവ് ബീൻ എന്തിനാണ്? നമ്മളിപ്പോൾ ഹാസ് ബീൻ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് എ ബോയ്, 1 person. അപ്പോൾ അതാണ് അതിൻ്റെ യൂസും. സോ 1 person, അതായത് 3rd person സിംഗുലർ യൂസ് ചെയ്യാൻ നമ്മൾ ഹാസ് യൂസ് ചെയ്യും. എന്താണ് ഈ 3rd person സിംഗുലർ? ഹീ, ഷീ, ഇറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പേരെന്ന് പറയാം. ഓക്കെ, അതാണ് 3rd person സിംഗുലർ. സോ അറ്റ് ദാറ്റ് മൊമെൻറ്റ് യു യൂസ് ഹാസ് ബീൻ. അപ്പോൾ ഹാവ് ബീൻ എവിടെ യൂസ് ചെയ്യും? ഇറ്റ്സ് ഫോർ 1st person സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ ഫോംസ്. എന്താണ് ഈ 1st person സിംഗുലർ? ഞാൻ, അതുതന്നെയാണല്ലേ. ഞാൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ നീ എന്ന് പറയുന്നു. സോ വിച്ച് ഇസ് ഐ, യു അല്ലേ. അങ്ങനെ പറയുന്ന എല്ലാത്തിൻ്റെ കൂടെയും പിന്നെ പ്ലൂറൽ ആയി വരുന്ന ഒന്നിലും കൂടുതൽ സാധനങ്ങളുള്ള ഏതിൻ്റെ കൂടെ ആയാലും വി യൂസ് ഹാവ് ബീൻ. ഓക്കെ, സോ യു ഹാവ് ബീൻ ഔട്ട് ഫോർ ഹാഫ് ആൻ അവർ നൗ, ഇറ്റ്സ് ടൈം ടു ഗെറ്റ് ഇൻ. അതായത് ഹാഫ് ആൻ അവർ മുമ്പ് പുറത്ത് പോയതാണ്, യു ആർ സ്റ്റിൽ ഔട്ട്. സോ മതി കളിച്ചതൊക്കെ, ഗെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്നു അല്ലേ. സോ യു ഹാവ് ബീൻ ഔട്ട് ഫോർ എൻ അവർ അല്ലെങ്കിൽ ഫോർ ഹാഫ് ആൻ അവർ എന്ന് പറയുന്നു. നമ്മൾ ഒരിക്കലും യു ആർ ഔട്ട് ഫോർ എൻ അവർ എന്ന് പറയില്ല കേട്ടോ. യു ആർ എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു, ഇറ്റ് വിൽ ബി യൂസ്ഡ് ഓൺലി ടു ടെൽ അബൌട്ട് ദ കറൻറ്റ് സിറ്റുവേഷൻ, ദ പ്രസൻറ്റ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ അത്രയും സിമ്പിളാണ്. പിന്നെ ഹാവ് ബീൻ ഒരു യൂസും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തു നോക്കാം. ഓക്കെ, യു ആർ ടോക്കിംഗ് അബൌട്ട് യുവർ എക്സ്പീരിയൻസ്. സോ ദെൻ യു യൂസ് ഹാവ് ബീൻ. ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ട്വൈസ്. ഞാൻ 2 പ്രാവശ്യം ലണ്ടനിൽ പോയിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ടു യൂറോപ്പ് വൺസ്. അതായത് ഞാൻ 1 പ്രാവശ്യം യൂറോപ്പിൽ പോയിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ പറയുമ്പോൾ യു ക്യാൻ യൂസ് ഹാവ് ബീൻ. ബട്ട് അവിടെ യു ക്യാൻ നോട്ട് സേ ദ ടൈം. യു ക്യാൻ നോട്ട് സേ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ലാസ്റ്റ് ഇയർ. ദാറ്റ് ഇസ് റോങ്. ലാസ്റ്റ് ഇയർ ഉണ്ടെന്ന് പറയാൻ യു ക്യാൻ നോട്ട് സേ ദാറ്റ്. യു ക്യാൻ സേ ഓൺലി ഐ വെൻറ്റ് ടു ലണ്ടൻ ലാസ്റ്റ് ഇയർ. ഓക്കെ, ഐ വെൻറ്റ് ടു ലണ്ടൻ ലാസ്റ്റ് ഇയർ. പക്ഷേ നിങ്ങൾക്ക് സമയം പറയണ്ട, ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സേ ഐ ഹാവ് ബീൻ ടു ലണ്ടൻ. ദാറ്റ്സ് ഇനഫ്.
ഓക്കെ, സോ അത്രയും സിമ്പിളാണ് ഹാസ് ബീൻ ഹാവ് ബീൻ. സോ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് വൈസ് നമ്മൾ പഠിച്ചു പോയി വി ക്യാൻ കോൺക്വർ ദ ഗ്രാമർ പോർഷൻ. ഓക്കെ, സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഗ്രാമർ. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. സോ എൻജോയ് ലേണിംഗ് വിത്ത് ഇംഗ്ലീഷ് ലാഡർ. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ, ടേക്ക് കെയർ.